ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയുടെ പ്രധാന കാർമ്മികൻ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പ്രോവിൻസിൻ്റെ അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവേ, ഈ മഹാകുടുംബത്തിൻ്റെ ഇടയൻ അഭിവന്യനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, അഭിവന്യ പിതാക്കന്മാരെ, സഹോദര വൈദികരെ, പാലാ കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാരതസഭയ്ക്ക് അഭിമാനമായ പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ഘട്ടത്തെ പാലായിലെ കത്തോലിക്കരുടെ നിഘണ്ടുവിൽ അവർണ്ണനീയമായ ദാനങ്ങളുടെ വർഷങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദശാസ്ത്രപരമായും സഭാപരമായും സത്താപരമായും അത് സത്യമാണ്. അവർണ്ണനീയമായ ദാനങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി നിറവിൽ നാം നിൽക്കുമ്പോൾ ഈ ആരാധന കുടുംബത്തോടൊപ്പം നിൽക്കുവാൻ കാരുണ്യം നൽകിയ സർവശക്തന്റെ മുൻപിൽ മലങ്കര സഭ മുഴുവനായി ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനോട് ചേർന്ന് നിന്ന് നന്ദി പറയുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ മർമ്മം ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നതാണ്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും തുടർന്നു നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വചനം സ്വീകരിക്കപ്പെട്ടതിൻ്റെയും വചനം സ്ഥിരീകരിക്കപ്പെട്ടതിൻ്റെയും കൃപ നിറഞ്ഞ 75 വർഷം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുണ്ടായ ഒരു മുന്നേറ്റം ഒരു ജനതയുടെ സ്ഥിരീകരണത്തിന്റെ അടയാളമാണ്. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. പുതിയ ഭാഷകൾ സംസാരിക്കുന്നു, സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നു, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുന്നു, അവർ സുഖം പ്രാപിക്കുന്നു. ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമെന്നോ പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുക്കുമെന്നോ ഒന്നുമല്ലല്ലോ അതിന്റെ അർത്ഥം. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും സർവശക്തനായ ദൈവം എന്നെ കൈപിടിച്ച് നടത്തും, തീർച്ച. ദോഷമായിട്ടൊന്നും എൻ്റെ അപ്പൻ എനിക്ക് ചെയ്യുകയില്ല. സുവിശേഷം വേരുപാകിയ ഒരിടം, ഒരാരാധന കുടുംബം കൈവരിച്ച ദൈവകൃപകൾ നിസ്സാരമല്ല. എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ചില ചിത്രങ്ങൾ അതുമാത്രം ഞാൻ പങ്കുവയ്ക്കട്ടെ. അത് പൂർണ്ണമായില്ല. അത് പൂർണ്ണമാകുന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ ചേർത്ത് വയ്ക്കുന്ന അനുഭവങ്ങൾ കൂടി വരുമ്പോഴാണ്. ഞാൻ ഈ രൂപതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതമായി, അവർണ്ണനീയമായ കൃപയായി മനസ്സിൽ ഓടിയെത്തുന്നത് 12 പേരെ വിളിച്ചു ചേർത്ത് അപ്പസ്തോല സമൂഹമായി അവരെ വേർതിരിച്ച് നമ്മുടെ കർത്താവിന്റെ അപ്പസ്തോല സംഘത്തിന്റെ തുടർച്ചയിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ ജലന്ധർ രൂപതയുടെ മെത്രാനായി അഭിഷിക്തനായ ജോസ് സെബാസ്റ്റ്യൻ പിതാവ് ഉൾപ്പെടെ 40 അഭിഷിക്തർ, മഹാ ഇടയർ
നമ്മുടെ ഈ രൂപതയിൽ നിന്ന് ഉണ്ട്. അഭിഷിക്തരായ അജപാലകരുടെ വലിയ ഒരു നീണ്ട നിര, ആയിരങ്ങളായ മിഷണറിമാർ, ഉത്തമ കത്തോലിക്ക കുടുംബങ്ങൾ, സഭാസ്നേഹികളും തീഷ്ണമതികളുമായ അൽമായ പ്രേഷിതർ, വിദ്യാഭ്യാസ ശുശ്രൂഷകൾ, ഉന്നത വിദ്യാപീഠങ്ങളിലെ നേതൃനിര, പഴയകൂർ പുത്തൻകൂർ ഐക്യം വീണ്ടെടുക്കുവാൻ ധീര നേതൃത്വം നൽകിയവരും അവരുടെ പുതിയ തലമുറയും, മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിൽ ചേർന്നു നിന്ന് ബലം നൽകിയവർ, സാമൂഹിക പിന്നാക്കാവസ്ഥയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച മക്കളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകിയ വിശ്വാസത്തിന്റെ ഒരു കൂട്ടായ്മ. പാലാ രൂപതയിലെ ദൈവമക്കൾ തിരുശേഷിപ്പുകളായി സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ പ്രഖ്യാപിക്കുന്ന അവിസ്മരണീയമായ മുഹൂർത്തങ്ങളുടെ എണ്ണം ഭാരതത്തിന്റെയും കേരളത്തിന്റെയും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ ശ്രദ്ധേയമായ നേതൃനിര, ഗവർണർ, മന്ത്രി, MP, MLA, ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാ മേഖലകളിലെയും ശ്രദ്ധേയമായ സാന്നിധ്യം. പ്രശസ്ത സേവനത്തിനും സമർപ്പണത്തിനും തിരുസിംഹാസനം ബഹുമതി നൽകിയ രൂപതയിലെ വൈദിക പ്രമുഖർ, അക്ഷരസ്നേഹികളായ സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും, കൃഷിയെ മറക്കാത്ത പാലായിലെ ക്രിസ്ത്യാനി, എന്റെ മനസ്സിൽ ഓടിയെത്തിയ ചിത്രങ്ങളാണ്. അത് പൂർണ്ണമാകുവാൻ അനേക ആലോചനകൾ വേണ്ടിവരും. പാലാ എന്ന അജപാലന ദേശത്തെ ദൈവാലയങ്ങളിൽ നിന്ന് മുഴങ്ങിയ മണിനാദം പാലായിലെ കുടുംബങ്ങളിലെത്തിയപ്പോൾ അത് നെറ്റിയിൽ കുരിശുവരയായി രൂപാന്തരപ്പെട്ട ഒരു സുവിശേഷീകരണത്തിന്റെ സ്വാധീന മേഖലകളാണ് ഞാൻ മുകളിൽ പരാമർശിച്ചത്. നിങ്ങളുടെ ദൈവാലയങ്ങളിൽ നിന്ന് അഭിഷിക്തരും പ്രേഷിതരും ത്രോണോസിനോട് ചേർന്ന് അജപാലകരും നിങ്ങളുടെ കുടുംബങ്ങളോട് നിരന്തരം ഓർമ്മപ്പെടുത്തി സുവിശേഷം പ്രസംഗിക്കുവിൻ, സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശുദ്ധ പൗലോസ്ലീഹായുടെ റോമാക്കാർക്കുള്ള പ്രബോധനം, റോമായുടെ 10:15, അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രഘോഷിക്കും? സുവിശേഷത്തിന് ജീവൻ വെച്ചു, നിങ്ങളുടെ മക്കൾക്ക് ഉൾവിളിയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സഭയ്ക്ക് കൊടുത്തു. ലോകത്തിന് മുഴുവൻ അത്ഭുതമായി പാലായിൽ നിന്നുള്ള മിഷണറിമാർ. ലോകത്തിലെല്ലായിടത്തും മിഷണറിമാരായ നിങ്ങളുടെ മക്കളുണ്ട്. സുവിശേഷത്തിന് ജീവനുണ്ടോ? സുവിശേഷം നടക്കുമോ? പൗലോസ്ലീഹായുടെ ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ ഒന്നുകൂടി കൊണ്ടുവരാം. എനിക്ക് സംഭവിച്ചതെല്ലാം യഥാർത്ഥത്തിൽ സുവിശേഷത്തിനുണ്ടായ അഭിവൃദ്ധിയാണ്. ഇതാ സുവിശേഷം നടക്കുന്നു, വ്യാപരിക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. വികസനമെത്താത്ത ലോകത്തിലെ പലയിടങ്ങളിലും കുഗ്രാമങ്ങളിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ, നമ്മുടെ മിഷണറിമാർ നമ്മുടെ കർത്താവിനെ പ്രഘോഷിച്ചു. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കൾ അവരോട് പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
പൗലോസ്ലീഹായുടെ തെസ്സലോനിക്കക്കാർക്കുള്ള ലേഖനത്തിന്റെ 1-ാം അധ്യായം 1 തെസ്സലോനിയർ 2:8 പ്രകാരം നമ്മൾ വായിക്കുന്നു. ശ്ലീഹ പറയുന്നു, നിങ്ങളോടുള്ള അതീവ താൽപര്യം നിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ സന്നദ്ധരായി. നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ ഭാജനങ്ങളായി. പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭാമക്കളോട് തീവ്രവികാരത്തോടുകൂടി പങ്കുവച്ച വികാരം സുവിശേഷത്തിന് ജീവൻ വെച്ചപ്പോൾ, സുവിശേഷം നടക്കാൻ തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പാലായിലെ മിഷണറിമാർ ഇത് ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞു. അവിശ്വസനീയമാണ്, അവർണ്ണനീയമാണ്. സുവിശേഷം വേരുപാകിയപ്പോൾ ഒരു ദേശത്തിന്റെ തലമുറകൾക്കുണ്ടായ രൂപാന്തരീകരണം. പ്ലാറ്റിനം ജൂബിലിയുടെ ഈ വിശുദ്ധ കുർബാനയിൽ ഈ സുവിശേഷമാണ് നാം വായിച്ചത്. നമ്മുടെ അടിസ്ഥാന സമർപ്പണ മേഖലയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ സുവിശേഷത്തിന്റെ ഈ ജൂബിലിയുടെ ആഘോഷം. കർത്താവിനെ കാണിച്ച് കൊടുക്കണം, കർത്താവിനെ ചൂണ്ടിക്കാണിക്കണം, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം. സുവിശേഷത്തിന് ജീവൻ വെച്ച കത്തോലിക്ക സഭയിലെ ഒരു അജപാലന പ്രദേശം, ആരാധന കുടുംബം, പാലാരൂപത ക്രൈസ്തവ പ്രതീകവും ക്രൈസ്തവ സാക്ഷ്യവുമാണ്. ക്രൈസ്തവ പ്രതീകവും ക്രൈസ്തവ സാക്ഷ്യവുമാണ്. സുവിശേഷത്തിന് ജീവൻ വെച്ചപ്പോൾ ഒരു ജനതയ്ക്കുണ്ടായ സർവമേഖലയിലെയും വളർച്ചയും, നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ഐശ്വര്യവും മഹത്വവും അനുഭവിക്കുന്ന ഒരു ജനതയായി അവർണ്ണനീയമായ ദാനങ്ങൾക്ക് നാം നന്ദി പറയുന്ന ബലിവേദിയിൽ നാം ചേർന്ന് നിൽക്കുന്നു. സുവിശേഷത്തിന് വെല്ലുവിളിയുണ്ട്, പ്രതിബന്ധമുണ്ട്, തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളുണ്ട്. തിമോത്തിയോസിനെ പൗലോസ്ലീഹ അത് ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ: ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അവർ തങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച് കാതിന് ഇമ്പമുണ്ടാക്കുന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുക, സുവിശേഷകന്റെ ജോലി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിർവഹിക്കുക. പ്ലാറ്റിനം ജൂബിലിയുടെ അനുഗ്രഹീതമായ ഈ വചനം മുറിച്ചിരിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഉത്തമമായ പ്രബോധനം എന്നുദ്ദേശിക്കുക സുവിശേഷമാണല്ലോ. സുവിശേഷത്തിൽ ശ്രദ്ധിക്കാത്ത, സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുമ്പോൾ സുവിശേഷത്തിൽ മുന്നേറിയ പാലായിലെ ദൈവമക്കളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സമചിത്തത പാലിക്കുക, കഷ്ടതകൾ ഏറ്റെടുക്കുക, സുവിശേഷകന്റെ ജോലി ചെയ്യുക, നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ നിർവഹിക്കുക. നിങ്ങളുടെ രൂപതയിലെ, നമ്മുടെ പാലാരൂപതയിലെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന് തിരുശേഷിപ്പുകളുടെ കൂടാരങ്ങൾ ഉണ്ടാക്കാൻ അനേകയിടങ്ങളിൽ സാധിക്കുന്നു എങ്കിൽ അതിൻ്റെ പിറകിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അവിടുന്ന് വാഗ്ദാനം ചെയ്തത്
നിറവേറുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ച മാതാപിതാക്കളുടെ തലമുറകളുടെ പുണ്യമാണ്. സുവിശേഷത്തോട് ചേർന്ന് നിൽക്കാം, സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കാം. സുവിശേഷം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആമേൻ.